ഇന്ന് നമ്മുടെ ദുബായിൽ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് നമ്മൾ മിറാക്കിൾ ഗാർഡൻ ആണ് ബുക്ക് ചെയ്തേക്കണേ. അതേപോലെ ഈവനിങ് നമ്മൾ ഗ്ലോബൽ വില്ലേജുമാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മാൾ ഓഫ് എമിറേറ്റ്സ് എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് തൊട്ട് താഴെ തന്നെ ബസ് സ്റ്റേഷനുണ്ട്. അവിടെ നമുക്ക് നേരെ മിറാക്കിൾ ഗാർഡനിലേക്ക് പോകാനുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിന് പോകുമ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ ദൂരമൊക്കെ ഉള്ളൂ കേട്ടോ മിറാക്കിൾ ഗാർഡനിലേക്ക്. നമ്മളൊരു 12:45 ആയപ്പോഴത്തേക്കും മിറാക്കിൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പറയാണ്ടിരിക്കാൻ വയ്യ, ദുബായിൽ വന്നിട്ട് ഏറ്റവും വേർത്തായിട്ട് തോന്നിയൊരു സ്പോട്ടാണ് കേട്ടോ മിറാക്കിൾ ഗാർഡൻ. കാരണം നമുക്ക് അവിടെ അത്രയ്ക്ക് കാണാനുണ്ട്. നിങ്ങൾ ദുബായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ മിറാക്കിൾ ഗാർഡൻ. കാരണം നമുക്ക് കണ്ടാലും മതി വരില്ല, അത്രയേറെ അവിടെ കാണാനുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താൽ തീരാത്ത അത്ര സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും മിറാക്കിൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങാനായിരുന്നു. 4 മണിക്കാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവാം. സോ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പ്ലാനിൽ ഒരു 4:30 4 മണിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എത്ര കണ്ടാലും തീരാത്ത അത്രയും സ്പോട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 6 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. മാൾ ഓഫ് എമിറേറ്റ്സിൽ നിന്ന് നമുക്ക് നേരിട്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് ബസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജിന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഈ വർഷം 13th ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗ്രാൻഡായിട്ടായിരുന്നു ഇവിടെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡിലുള്ള ഒട്ടുമിക്ക കൺട്രീസിൻ്റെയും പവലിയൻസ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറും അതേപോലെ ട്രഡീഷണൽസും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.